കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് കൊല നടത്തിയതെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ ഇനിയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതോടെ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ്. കോൺഗ്രസ് ഓഫീസ് കൂടാതെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്വകാര്യ ഓഫീസിലും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സഹോദരപുത്രൻ ആര്യാടൻ ആസാദിന്റെ ഓഫീസിലുമാണ് രാധ ജോലി ചെയ്തിരുന്നത്. ഒന്ന് കോൺഗ്രസ് ഓഫീസ്, ഒന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ ചെയർമാന്റെ ഓഫീസ്, ഒന്ന് മറ്റേ ആര്യാടൻ ആസാദിന്റെ ഓഫീസ്. ഈ ഓഫീസുകളിലും പരിശോധന നടത്തണമെന്ന് ഭാസ്കരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇത് തള്ളിക്കളയാനാവില്ല. അതിനിടെ രാധയുടെ നേരെ 2 തവണ വധശ്രമം നടന്നിരുന്നുവെന്ന ഭാസ്കരന്റെ വെളിപ്പെടുത്തലും പോലീസിനെ അന്വേഷിക്കേണ്ടി വരും. ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ 2 വട്ടം കാർ കുത്തിച്ചു. ഫസ്റ്റത്തെ പ്രാവശ്യം മദ്യം പറഞ്ഞത് ബിജുവാണ്. അവിടെ ഹോസ്പിറ്റലിൽ വന്നു, ഞാൻ ആസ്പത്രി കൊണ്ടുപോയപ്പോഴേക്കും ബിജു അവിടെ എത്തി. ബിജു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കോട്ടയപ്പോലൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ, അറിയാതെ പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇതിനു പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. 2 തവണ ഈ സ്ത്രീ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോഴും വിഷയം തീർക്കാൻ മധ്യസ്ഥത വഹിച്ചത് ഇതേ ബിജുവാണ് എന്നുള്ളത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പിന്നെ പോലീസ് ഇന്ന് വരെ ഈ സ്ത്രീയുടെ ഫോണിലേക്ക് വന്ന ഇൻകമിംഗ് കോളും ഇവരുടെ ഫോണിൽ നിന്നും പുറത്തേക്ക് പോയ ഔട്ട് ഗോയിങ് കോളും ട്രേസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. കടുത്ത രാഷ്ട്രീയ ഇടപെടൽ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദത്തിലായത് കേസ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.